പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാത്ത പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞാലേ, അമ്മ രാവിലെ ജോലിക്ക് പോണ സമയത്ത് നമ്മൾ പോണ വഴിയുണ്ട്. ആ വഴിയിൽ ചറുക്കി അങ്ങ് താഴെ പോയി. ഇറക്കമായതുകൊണ്ട് അങ്ങ് താഴെ പോയി മറിഞ്ഞ് വീണ് വാരിയലിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ചതവുണ്ട്. ഓടികൊണ്ടെന്നാണ് വിചാരിച്ചത്. കുഴപ്പമില്ല. ഈ സ്കാനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ചതവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഗുളികയും ഓയിൽമെൻറ്റൊക്കെ കിട്ടി, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാം വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വെയിറ്റൊന്നും തൂക്കാൻ പറ്റില്ല. വെയിറ്റ് എടുക്കുന്ന സമയത്തെ വാരിയലിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര വേദന. ഞാൻ കുറേ ദിവസം തൈലമൊക്കെ ഇട്ട് ഓയിൽമെൻറ്റെല്ലാം പുരട്ടി. ഇപ്പോൾ കുറവുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തത്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനും മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇത്ര ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുതലായി കേട്ടോ. നമ്മൾ കൃഷി സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇനി വന്ന് നോക്കിയില്ലെന്നുണ്ടെങ്കിലേ പണി കിട്ടും, എല്ലാം പോവും. മരിച്ചിനെയൊക്കെ പൊടിച്ച് വരുന്നുണ്ട്, ഉണ്ടല്ലോ. ഇതിപ്പോൾ നട്ടതാണ് കേട്ടോ. 6 മാസം കമ്പാണ്. 6 മാസം ആകുമ്പോൾ നമുക്ക് പുഴുത് കപ്പ എടുക്കാൻ പറ്റും. നമ്മൾ റോബസ്റ്റയിലെ കൂമ്പിനെയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. അവിടെ ഒരെണ്ണമുണ്ട്, അതിൻ്റെ കൂമ്പും വെട്ടിക്കളഞ്ഞു. മനുഷ്യനെയൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ഐറ്റം കമ്പാണ്, അത് വേറെ ഐറ്റം. ഗൈസ്, അപ്പോൾ ഇതാണ് വെള്ളപ്പാളയം തുടങ്ങി. നമ്മളെ ബ്ലൂ ജാവ എന്ന് പറയുന്ന ഐറ്റം ഇല്ലേ, അതുപോലത്തെ അതിൻ്റെ ഒരു ഏനമാണെന്ന് തോന്നുന്നു. വെള്ളപ്പാളയം എന്ന് പറഞ്ഞാണ് സംഭവം. ബ്ലൂ ജാവ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. ഞാനത് നോക്കി കേട്ടോ. പക്ഷേ ഇവിടുത്തെ നേഴ്സറിയിൽ നിന്നും അതില്ല. സംഭവം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്നൊക്കെയാണ് പറയണത്. എന്നാലും നമ്മളത് റെഡിയാക്കും. അത് ഈ വാഴ ചരിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോൾ അത് വീഴും. ഒരു ഊന്ന് കൊടുത്തിട്ട് പോവാം. ഫസ്റ്റത്തെ ഏത്തം കൊലച്ച് കേട്ടോ. പക്ഷേ സൂക്കേടാ കേട് പിടിച്ചായതുകൊണ്ട് ഇത്രയേ കൊല കിട്ടിയുള്ളൂ. ഉള്ളതാവട്ടല്ലേ. ഇത് കേടായ വാഴയാണ് കേട്ടോ. ഇതിനി നിൽക്കില്ല, കേടായിപ്പോയി. പിന്നെ നിർത്തിയിരുന്നതേ കൊലയൊന്ന് വിളയാനാണ്. പക്ഷേ ഇത് നല്ല പരിവായില്ല കേട്ടോ. 1 മാസം കൂടെ നിന്നെങ്കിൽ വിളങ്ങനെ. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടത്തിലെ പിടിയൊക്കെ പോയി കേട്ടോ, പൊട്ടിപ്പോയി. അന്ന് നമ്മാട്ടിക്ക് ആപ്പ് വെച്ചതാണ് പ്രശ്നമായത്, മൊത്തം പോയി. വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പടലുണ്ട്. അപ്പം ഞാൻ വാഴയിലെ കൊല വെട്ടിയാലേ പഴുക്കൂല പെട്ടെന്ന്. എന്താണ് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ പ്രാവശ്യം ഇതുപോലെ നോക്കിയതാണ്. അമ്മ വാഴ ഇത് കൊല വെട്ടിയെടുത്താൽ പഴുക്കും, ഞാൻ വെട്ടിയെടുത്താൽ പെട്ടെന്ന് പഴുക്കൂല. ഇത് വിളഞ്ഞിട്ടിരുന്നെങ്കിൽ ഒരു 1.5 കിലോ അടുപ്പിച്ചുണ്ടായെന്ന് തോന്നണം കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിനെ മുറിച്ച് വാരി ദൂരോട്ട് കളയാം.
കണ്ട, ഇതാണ് കേട് വന്നത് ചേട്ടാ. അപ്പോൾ അതിനെ നമ്മാട്ടി കൊണ്ട് വെട്ടിക്കളയണം. ഇത് തള്ളക്കന്ന്, ഇത് കുട്ടിക്കന്ന്. പോയി കേട്ടോ, സൂക്കേടായത് 2 കിലോ എടുത്തതാണ്. നട്ട സമയത്ത് കേടുള്ള വാഴക്കന്നായിരുന്നു. അപ്പോൾ അന്ന് വലിയ കാര്യമാക്കിയില്ല. കേട് ഉള്ള ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി സെറ്റ് ചെയ്തു. എന്തായാലും പോട്ട്. ഈ അവിടെ നിൽക്കുന്ന വാഴ തന്നെ ഒരു കൂമ്പ് വെട്ടിയെടുക്കാൻ പോവേന്ന്. അവിടെ ഈ വാഴ ഗൈസ്, ഫൈനലി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രസകദളി അല്ല കൂമ്പാണ് കേട്ടോ, രസകളിയിലെ കൂമ്പാണ്. നല്ല ഡിമാൻഡുണ്ട് കേട്ടോ ഈ സാധനമൊക്കെ. നമുക്കേ വേണ്ടതേ ഉള്ളൂ. കടയിലൊക്കെ ഭയങ്കര വിലയാണ്. ലുലു മാളിലൊക്കെ ഒരെണ്ണോ കണ്ട 150 കണ്ടിന് തോന്നുന്നു. ഞാൻ എവിടെ പരസ്യം കണ്ട പോലെ തോന്നി. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് കൊണ്ടുപോവാം. നല്ല കറയുണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് പൊട്ടിച്ചത്. ഇല്ല, എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. സമയം 12 മണിയാണ്ടായി ചേട്ടാ. അപ്പോൾ നമ്മൾ അവൽ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് കുടിക്കാൻ വേണ്ടിയാണ്, ചോറല്ല കേട്ടോ. അവൽ നനച്ചാണ്. അവൽ, പിന്നെ കപ്പലണ്ടി, പിന്നെ തേങ്ങ കേട്ടോ. തേങ്ങ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ശർക്കര. കഴിച്ചു പോവാം. കപ്പലിന് കൂട്ടപ്പോൾ കേട്ടോ. നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ തേനീച്ച കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ട്രാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വെച്ചത് സക്സസ് ആയിട്ടില്ല, നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പൈപ്പ് വേണ്ടി വരും. വേറെ ഒരു 3-4 കൂടും കൂടെ വേറെ ഉണ്ട് കേട്ടോ. അത് പിന്നീട് ഒരു ദിവസം ചെയ്യാം, പൈപ്പ് കിട്ടിയാൽ പറ്റും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇത്ര ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് നെട്ടയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.